എന്തൊക്കെ കഴിക്കാൻ കിട്ടിയെന്ന് പറഞ്ഞാലും പുതിയൊരു ഐറ്റം കാണുമ്പോൾ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി അതെനിക്ക് എപ്പോഴും ഉള്ളതാണ്. ഞാൻ തുടങ്ങില്ലേ, പാനിലേക്ക് എണ്ണ തടവിന് ശേഷം ഒരു ബ്രെഡിനെ 4 മുറിച്ച് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. ഇനി ഒരു മുട്ട പൊട്ടിച്ച് ഇതിന് മുകളിലേക്ക് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നേരെ മറിച്ചിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്സ സോസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ പുഴുങ്ങിയ കുറച്ച് ചിക്കൻ ഉണ്ട് അതും വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ മല്ലിയില, പിന്നെ മൊസറല്ല ചീസ് എല്ലാം കൂടി വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉറിക്കാനും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റായി എടുക്കണം. പിന്നെ വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒടിച്ച് എല്ലാം ഒന്ന് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ കൊടുത്തപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആകെ 2 പീസും വിശപ്പും മാറുന്നില്ല, തിന്നിട്ട് മതിയാവില്ല. അപ്പം ഞാൻ പിന്നെ ഇനി എൻ്റെതായിട്ടൊരു വഴിയിൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതേ പാനിലേക്ക് എണ്ണ പരട്ടിയിട്ട് ഇത് 4 ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം പ്രൊസീജിയർ തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളുടെ പിസ്സ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമുക്ക് വേണ്ട വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, അതേപോലെ മല്ലിയില, പിന്നെ ചിക്കൻ ഞാൻ ഓൾറെഡി കുക്കറിലിട്ട് പുഴുങ്ങിയതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് വിടാം. ഞാനിപ്പോൾ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇട്ടതാണ്. ഇനി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് മൊസറല്ല ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ഇട്ടതിന് ശേഷം ഇനി കുറച്ച് ഒറിഗാനോ ആണ് ഇതിന് മുകളിലേക്ക് നമ്മൾ വിതറി കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് സെറ്റായി ഇങ്ങനെ കഴിക്കാൻ കൊണ്ടേ കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അതിലേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ.